നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. അറബ് ലോകത്തെ അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്താൻ പോവുകയാണ് ഇസ്രായേൽ. ഇസ്രായേലുമായി ഉടക്കി നിൽക്കാൻ തന്നെയാണ് അറബി കൂട്ടങ്ങളുടെ തീരുമാനം എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അറബ് ലോകത്തെ ശക്തനായ നേതാവായി മാറുകയാണ് സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ. സൽമാൻ രാജാവ് അനാരോഗ്യം കാരണം വിട്ടുനിൽക്കുന്ന വേളയിൽ രാജ്യത്തിന്റെ സുപ്രധാന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബിൻ സൽമാനാണ്. അദ്ദേഹം ഇസ്രായേലിനെതിരെ നടത്തിയ പ്രസ്താവനയാണ് അന്തർദേശീയ മാധ്യമങ്ങളിലെ പ്രധാന വാർത്ത. ഫലസ്തീനുകാർക്കെതിരെ ആക്രമണം നടത്തുന്ന ഇസ്രായേലിനെതിരെ അറബ് രാജ്യങ്ങളിൽ കടുത്ത പ്രതിഷേധം നിലനിൽക്കുകയാണ്. ഇസ്രായേലിനെതിരെ സംസാരിക്കുന്നവർക്ക് സ്വീകാര്യത കൂടുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ, ഹിസ്ബുള്ള, ഹൂതി തുടങ്ങി ഷിയ വിഭാഗത്തിൽപ്പെട്ടവർ ഇസ്രായേലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചവരെയാണ് ബിൻ സൽമാൻ സ്വരം കടുപ്പിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുവാനുള്ള ചർച്ചകളിലായിരുന്നു ഇസ്രായേൽ. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ മിന്നലാക്രമണം ഇസ്രായേലിന്റെ എല്ലാ ലക്ഷ്യങ്ങളെയും തകിടം മറിച്ചു. ഇസ്രായേലും സൗദി അറേബ്യയും നടത്തിവന്ന ചർച്ച ഇതോടെ നിലച്ചു. മാത്രമല്ല, പശ്ചിമേഷ്യയിലും മറ്റ് മേഖലയിലും ഇസ്രായേലിനെതിരായ വികാരം ശക്തിപ്പെടാനും കാരണമായി. മുസ്ലിം രാജ്യങ്ങൾ ഇസ്രായേലിനെ അകറ്റി നിർത്തുന്നതായിരുന്നു സമീപകാലം വരെയുള്ള കാഴ്ച. ഈജിപ്തും ജോർദാനും മാത്രമായിരുന്നു ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിരുന്നത്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിരിക്കെ നടത്തിയ ചർച്ചയെ തുടർന്ന് UAEയും ബഹ്റൈനും ഇസ്രായേലുമായി ബന്ധം സ്ഥാപിച്ചു. തൊട്ടു പിന്നാലെയായിരുന്നു സൗദിയുമായുള്ള ചർച്ച. സൗദിയുമായി ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചാൽ ഇസ്രായേലിന് വലിയ നേട്ടമാകും. ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതോടെ ചിത്രം മാറിമറിഞ്ഞു. ഷിയ ആഭിമുഖ്യമുള്ള രാജ്യങ്ങളും സംഘങ്ങളും ഇസ്രായേലിനെതിരെ നിലപാട് ഘടിപ്പിച്ചു. ഇസ്രായേലുമായി അടുക്കുന്ന ചർച്ചകൾ നടന്നുവരുന്നു എന്ന നേരത്തെ പറഞ്ഞ സൗദി കിരീടാവകാശി ഇപ്പോൾ ഉപാധികൾ വെച്ചിരിക്കുകയാണ്. എന്തായാലും സൗദിയെ ഉന്നമിട്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഈ പോക്കാണെങ്കിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാം.